ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം. മനുഷ്യ മൂലധനം. മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും മനുഷ്യ മൂലധനമായി മാറുന്നു. മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം. മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം. മനുഷ്യ മൂലധന രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കർഷകർ, അധ്യാപകർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവ. ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിൽ സേന രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താമെന്ന് നോക്കാം. മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക, വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക, നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക, തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയിലൂടെയെല്ലാം മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്താം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിവരലഭ്യത മുതലായവയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നോക്കാം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതികവിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ച മുതൽക്കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും കഴിയുന്നു. ഇത് സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്. ഒരു ബോക്സിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നോളജ് ഇക്കോണമി. ഭൗതിക ശേഷിയും വിവര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ്ക്രമമാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി മാറ്റി ഉൽപാദനവും അതിലൂടെ ലഭ്യമാക്കുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും ആണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ, ഓഹരി നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധാഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരെല്ലാം ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യവിഭവങ്ങളാണ്. ടെക്നോപാർക്ക്, ഇൻഫോപാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആസ്തികളാണ്. അടുത്തത് ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസം എങ്ങനെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ആദ്യം വിദ്യാഭ്യാസത്തിലൂടെ കഴിവ് വർദ്ധിക്കുന്നു, സാങ്കേതിക പരിജ്ഞാനം, നൈപുണ്യ വികസനം, അതിലൂടെ മെച്ചപ്പെട്ട തൊഴിൽ, മെച്ചപ്പെട്ട വരുമാനം, അതിലൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം, അതിലൂടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നു. വിദ്യാഭ്യാസം പോലെ തന്നെ ആരോഗ്യമുള്ള ജനതയും മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അടുത്തത് നോക്കാം ആരോഗ്യം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു. ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം രാജ്യ പുരോഗതിയിൽ കാര്യക്ഷമമായി സംഭാവന നൽകാൻ സാധിക്കുകയില്ല. ജനങ്ങളുടെ ആരോഗ്യക്ഷമത കുറയുന്നത് രാജ്യത്തെ എങ്ങനെ ബാധിക്കും? ഉൽപാദനക്ഷമത കുറയുന്നു, ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നു, അങ്ങനെ ഉൽപാദനം കുറയുന്നു. ഇത് വ്യക്തിയെയും രാജ്യ പുരോഗതിയും ഒരുപോലെ ബാധിക്കുന്നതാണ്. വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രാജ്യപുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജനങ്ങളുടെ ഉൽപാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകമാണ്
ആരോഗ്യ പരിപാലനം. മാനവ വിഭവത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക, ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക, മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക, വിനോദവും വിശ്രമവും ഉറപ്പാക്കുക എന്നിവയിലൂടെയെല്ലാം മാനവ വിഭവത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനാവും. ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ഇത്തരം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ പൊതുമേഖലയിൽ കാര്യക്ഷമമായി നടന്നുവരുന്നു. പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവ. ഇതോടൊപ്പം ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങളും വിവിധ മേഖലകളിലായി പ്രവർത്തിച്ചു വരുന്നു. ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു. ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ഔഷധങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സാക്ഷരതയുടെ പ്രചരണം, ശുദ്ധമായ കുടിവെള്ള വിതരണം, ശുചീകരണ നടപടികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജീവിത നിലവാരത്തിനുമായി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ കുടിയേറ്റം നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് ആ പ്രദേശത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായകരമാകുന്നു. അടുത്തത് തൊഴിൽ പരിശീലനം. ചില പ്രത്യേക മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ്. ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരുമെല്ലാം ആകുന്നവർ അവരവരുടെ മേഖലയിൽ അനുയോജ്യമായ തരത്തിലുള്ള പരിശീലന കോഴ്സുകളിലൂടെ തൊഴിൽപരമായ പ്രാവീണ്യം നേടുന്നു. തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുവഴി ഉയർന്ന ഉൽപാദനം സാധ്യമാകും. തൊഴിൽ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തെ അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അടുത്തത് വിവരലഭ്യത. മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവരലഭ്യത. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു. വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവരലഭ്യത പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. വിവരലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. അടുത്ത ടോപ്പിക് മനുഷ്യ മൂലധന രൂപീകരണം നേടുന്ന വെല്ലുവിളികൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.